ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്ത് 2024 CGL പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഇലക്ഷൻ, രണ്ട് കാൻഡിഡേറ്റ് ഉണ്ട്. അതിൽ 5% വോട്ടേഴ്സ് വോട്ട് കാസ്റ്റ് ചെയ്തില്ല. ഇതിൽ തന്നെ 10% വോട്ട് എന്ത് ഇൻവാലിഡായി. ഓക്കെ. വല്ല കാൻഡിഡേറ്റ് ഹു വെയർ കാസ്റ്റ് ഇൻ ഫേവർ, ആർക്കെങ്കിലും രണ്ടുപേർക്ക് വോട്ട് ചെയ്തിരിക്കണം ഈ എന്താ പറയുക വാലിഡ് വോട്ട്. ദെൻ 59.37% വോട്ട് കിട്ടിയ ഒരാൾ, അങ്ങേര് 2484 വോട്ടിന് ജയിച്ചു. ഇഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ എലിജിബിൾ ടു വോട്ട് ഇൻ ദാറ്റ് ഇലക്ഷൻ വാസ് 16,000. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഈ ടോട്ടൽ വാലിഡ് വോട്ടിൻ്റെ 59.375% ആർക്ക് കിട്ടിയത്? വിന്നറിന് കിട്ടിയത്. എന്നിട്ട് 2485 വോട്ടിന് ജയിക്കുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, സപ്പോസ് 60% വോട്ടാണ് കിട്ടിയെന്ന് വിചാരിക്കുക വിന്നറിന്, വാലിഡ് വോട്ടിൻ്റെ. അങ്ങനെയാണെങ്കിൽ വാലിഡ് വോട്ടിന് 40% ആർക്ക് കിട്ടിക്കാണും? ലോസറിന് കിട്ടിക്കാണും. ദെൻ ഇത് തമ്മിലുള്ള വ്യത്യാസം 20%. അപ്പോൾ ഈ ഒരു മാർജിനിലായിരിക്കും അങ്ങനെ ജയിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ 60-ഉം 40-ഉം കണ്ടുപിടിച്ചിട്ടല്ലേ ചെയ്തത്. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഈ വിന്നറിൻ്റെ വോട്ടിൻ്റെ ഡബിൾ എടുക്കുക, അതിനെ 100 നിന്ന് കുറയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എത്ര മാർജിനിലാണ് ജയിച്ചത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതേ സംഭവം തന്നെ ഞാൻ ഇവിടെ ചെയ്തു കഴിഞ്ഞു. എത്ര മാർജിനിലാണ്, എത്ര പേഴ്സൻറ്റേജ് വാലിഡ് വോട്ടിൻ്റെ എത്ര പേഴ്സൻറ്റേജ് മാർജിനിലാണ് ഇവൻ ജയിച്ചതെന്ന് കണ്ടുപിടിക്കാനായിട്ട് 59.375 ഇൻറ്റു 2 ചെയ്യുകയാണ്. അതിൽ നിന്ന് 100 കുറയ്ക്കുകയാണ്. അതിൽ നിന്ന് ഞാൻ 100 കുറയ്ക്കുകയാണ്. 59.375 ഇൻറ്റു 2, അതിൽ നിന്ന് എന്ത് ചെയ്തു? 100 കുറച്ചു. ഓക്കെ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? നമുക്ക് ചെയ്തു വരുമ്പോൾ 118.75 നിന്ന് 100 കുറച്ചിട്ട് 18.75% കിട്ടും. അതായത് വാലിഡ് വോട്ടിൻ്റെ 18.75% 2450. അപ്പോൾ ടോട്ടൽ വാലിഡ് വോട്ട് എത്ര കിട്ടും? 2484 ഡിവൈഡഡ് ബൈ 14.87 18.75 ഇൻറ്റു 100 എന്ന് പറഞ്ഞ് കിട്ടും. ഇതായിരിക്കും ടോട്ടൽ വാലിഡ് വോട്ട്. ഇനി ഇപ്പോൾ ടോട്ടൽ വോട്ടേഴ്സിനെ വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ. ടോട്ടൽ വോട്ടേഴ്സ് എന്ന് പറയുന്നത് 16,000. ഇതിൽ സപ്പോസ് 100 ആൾക്കാരുണ്ടായിരുന്നു, 100% എന്ന് പറയുന്നത് 100 അല്ലേ. ഇത്രയും ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ടോട്ടൽ വോട്ട് ചെയ്ത ആൾക്കാർ ഇൻറ്റു ഇതിന് 10% ഇൻവാലിഡായി. അപ്പോൾ 90% വാലിഡ് ആയിരിക്കും. 90%ത്തിന് നമുക്ക് ഫ്രാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 9/10 പറയും. ഇതായിരിക്കും സത്യം പറഞ്ഞ ടോട്ടൽ വാലിഡ് വോട്ട് അല്ലേ. ആ ടോട്ടൽ വാലിഡ് വോട്ട് നമ്മൾ ഈ ടൈമിൽ കണ്ടുപിടിച്ചത് ഇങ്ങനെ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാവുന്നതെല്ലാം മാക്സിമം ക്യാൻസൽ ചെയ്യാം. ഓക്കെ. ഞാൻ ഈ 2 0 ഇതും തമ്മിൽ ക്യാൻസൽ ചെയ്യുന്നു. ഈ 10ഉം ഇതും ക്യാൻസൽ ചെയ്യുന്നു. അവിടുത്തെ 100 ഇവിടുത്തെ 100 ഞാൻ അങ്ങനെ തന്നെ വെക്കുകയാണ്. ദെൻ 9 വെച്ച് നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാം അല്ലേ. 9 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 തവണ പോകും, ബാക്കി 68 വരും. സോ 7 തവണ പോകും, ബാക്കി 6 തവണ 276 വരും. അപ്പം ഞാൻ 100 മൈനസ് വൈ 100 കണ്ടുപിടിക്കുകയാണ്. ഈ 16 ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. 16 ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 18.75. ഓക്കെ. 16 ഞാൻ 4x4 എന്ന് എഴുതുന്നു. ദെൻ ഇത് തമ്മിൽ കട്ട് ചെയ്തു. 4 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 6 തവണ പോവും, 24. ദെൻ 69 വരും. ദെൻ 18.75 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 0 75 വരും. 75. അപ്പം 69/75. വീണ്ടും നമുക്ക് വേണമെങ്കിൽ 3 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ 23/25. 100 മൈനസ് വൈ ബൈ 100 തുല്യമാണ് 23/25. അപ്പം നമുക്ക് 25 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ 100 ആക്കാനായിട്ട് വേണമെങ്കിൽ 2 തവണ 4 വെച്ച് മൾട്ടിപ്ലൈ അല്ലേ. അപ്പോൾ എത്ര വരും?
92 വരും ബൈ 100 എന്ന് പറഞ്ഞു. അപ്പോൾ 100 മൈനസ് വൈ ബൈ 100 ആണ് 92/100. അപ്പോൾ വൈൻ്റെ വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം? 8% എന്ന് പറയാം. 8% എന്ന് പറയാം. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു വഴിയാണ്. ഇതിന് വേറെ വഴികളുണ്ടാവും. ഓക്കെ, ഒന്നും അറിയാൻ മേലാത്തതിനേക്കാളും നമുക്ക് ബെറ്റർ ആയിരിക്കും എന്തെങ്കിലും അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ.